ഹലോ ഗൈസ്, വാട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസിയെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക്, ഇൻസ്റ്റാഗ്രാം മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലോട്ടൊക്കെ നമ്മുടെ സോങ്സ് അപ്ലോഡ് ചെയ്യാം. ലാസ്റ്റ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹൗ ടു യൂസ് ഡിസ്ട്രോക്കിഡ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു യൂസ് റൂട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഹൗ ടു അപ്ലോഡ് സോങ്സ് ഇൻ റൂട്ട് നോട്ട്. സോ നമുക്ക് തുടങ്ങാം. അതായത് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ആസ് യൂഷ്വൽ റൂട്ട് നോട്ടിൽ ഒരു അക്കൗണ്ട് വേണം. ജിമെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കാം, സിമ്പിളായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ആ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ വൺസ് നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തു. അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഡിസ്ട്രിബ്യൂഷൻ എന്നിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇവിടെയാണ് നമ്മൾ സോങ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. സോ ക്രിയേറ്റ് ന്യൂ റിലീസ്, ഡിസ്കോഗ്രഫി, ഡോൾബി മാസ്റ്ററിങ്. ഡോൾബി മാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോങ്സ് ഒന്നും കൂടെ ബെറ്റർ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡോൾബി മാസ്റ്ററിങ്. അത് ഞാൻ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ക്രിയേറ്റ് ന്യൂ റിലീസും ഡിസ്കോഗ്രഫി, ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇതിലുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. സോ ക്രിയേറ്റ് ന്യൂ റിലീസ് നമ്മൾ സെലക്ട് ചെയ്തു. ക്രിയേറ്റ് ന്യൂ റിലീസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരല് UPC ഓർ EAN. ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് അവർ തന്നെ, നമ്മളൊരു ന്യൂ സോങ് ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് UPC ഓർ EAN. മറിച്ച് ഞാൻ പണ്ട് ഡിസ്ട്രോക്കിഡോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് എൻ്റെ സോങ്സ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ആ UPC ഇവിടെ അടിച്ചു കൊടുക്കുക. കോപ്പിറൈറ്റ്സും മറ്റേ കാര്യങ്ങളൊക്കെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റോറിയൽ ഡിസ്ക്രിപ്ഷനൊക്കെ വരും നമ്മൾ UPC ഇല്ലാണ്ട് നമ്മൾ വീണ്ടും സെയിം സോങ് തന്നെ അപ്ലോഡ് ചെയ്താൽ. സോ അത് കാരണം നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. സോ റിലീസ് ടൈറ്റിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതാ ബലറാം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു സ്പോട്ടിഫൈയിൽ. ലൈക്ക് ഡിസ്ട്രോക്കിഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തിരുന്നത്. ഡിസ്ട്രോക്കിഡ് ഞാൻ കംപ്ലീറ്റ് അക്കൗണ്ട് മൊത്തം ഡിലീറ്റ് ആക്കി. ഐ എം നോട്ട് യൂസിങ് ഡിസ്ട്രോക്കിഡ് അലോട്ട് ദീസ് ഡേയ്സിൽ. കാരണം ഡിസ്ട്രോക്കിഡിൻ്റെ പേ ഔട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് റൂട്ട് നോട്ടിൻ്റെ പേ ഔട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 85% ആണ് നമുക്ക് കിട്ടുക, ബാക്കി അവരെടുക്കും. ഡിസ്ട്രോക്കിഡ് അവർ പറയും 100 ആണെന്നുണ്ടെങ്കിലും അതിലെ ഒരു 10% അവർക്കുള്ള ഒരു ട്രാൻസ്ഫർ ഫീ, പിന്നെ ഒരു 5%ഓ 20% ആയിട്ട് അവരുടെ ഒരു വിഡ്രോവൽ ഫീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഫീസ് അതിൽ പോകുന്നുണ്ട്. സോ അറൗണ്ട് എനിക്കിപ്പോൾ ഒരു $200 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രോക്കിഡിൽ എനിക്ക് ലാസ്റ്റ് കയ്യിൽ വരൽ അറൗണ്ട് $120 അത്രയൊക്കെ വരുള്ളൂ, മാക്സിമം ടു മാക്സിമം. സോ അത്രയ്ക്ക് അവരുടെ ഇത് കട്ടാവാറുണ്ട്. സോ ബലറാമിൽ ഞാനിവിടെ അടിച്ചു. സോ ക്രിയേറ്റ് റിലീസ് കൊടുത്തു. നമ്മൾ ഈ ട്രാക്കിന് കൊടുത്ത പേരൊക്കെ ഓർക്കണേ. സോ ബലറാം എന്നാണ് ഞാൻ അവിടെ അടിച്ചത്. ആൽബം ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റത്തത് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബലറാം എന്നുണ്ട് ഇവിടെ. ഈ സാധനം അതേപോലെ നമ്മുടെ ആൽബം വേർഷനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക. കാരണം സിംഗിൾ ട്രാക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. സോ ഇത് ഇവിടെ ആഡ് ചെയ്യുക. ഡസ് ദിസ് റിലീസ് കണ്ടെയ്ൻ എനി കവർ വേർഷൻസ്? നോ കൊടുക്കുക. പ്രൈമറി ആർട്ടിസ്റ്റ്, ഇവിടെ നമുക്ക് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സ്പോട്ടിഫൈയിലുള്ള ആർട്ടിസ്റ്റിനെ. സോ നമ്മളത് അവിടെ അപ്ലോഡ് ചെയ്യുക. വേറെ ഏതെങ്കിലും നമ്മൾ ഫീച്ചർ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. റൈറ്റേഴ്സ്, ഇത് ആരാണ് റൈറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നോർമലി ഡിസ്ട്രോക്കിഡിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യാം. കമ്പോസർ, അങ്ങനെ ആഡ് ചെയ്യുക. ഡസ് ദിസ് റിലീസ് കണ്ടെയ്ൻ ലിറിക്സ് ഇല്ല. ഇതൊരു ട്രാക്ക് ബേസ്ഡുള്ള ഒരു സൗണ്ട് ട്രാക്ക് ബേസ്ഡുള്ള സാധനമാണ്. സോ ലിറിക്സ് ഇല്ല, നോ കൊടുക്കുന്നത്. പ്രൈമറി ജനർ, നിങ്ങൾ റാപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലിറിക്സ് കൊടുക്കുക. ലിറിസിസ്റ്റ് ആരാന്നുള്ളത് നമുക്ക് അതേപോലെ ഇവിടെ ആഡും ചെയ്യാം. പ്രൈമറി ജോണറെ നമുക്കൊരു മെയിൻലി അതൊരു ഹിപ്പ് ഹോപ്പ് ട്രാക്ക് ബാക്കിൽ പോയിട്ട് അതിൻ്റെ ഒരു റീമിക്സ് ആയിട്ടാണ് സൗണ്ട് ട്രാക്ക് പോകുന്നത്. സോ ഹിപ്പ് ഹോപ്പ് കൊടുക്കാം, ഇന്ത്യൻ എന്നും കൊടുക്കാം. ലൈക്ക് ഒരു സാധനം നമ്മൾ ഹിപ്പ് ഹോപ്പ് നിങ്ങളുടെ ജോണർ എങ്ങനെയാണോ അതിനനുസരിച്ച് അത് കറക്റ്റായിട്ട് ഇട്ടാൽ അതിനനുസരിച്ചുള്ള റീച്ചും അതിനനുസരിച്ചുള്ള പ്ലേലിസ്റ്റൊക്കെ അത് ഫെച്ച് ചെയ്ത് തുടങ്ങും. ലൈക്ക് SEOയിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോമ്പോസിഷൻ, കോപ്പിറൈറ്റ്, ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബലറാം എന്നിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇത് തന്നെ ഇവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിടാം. സോ നമ്മളെ കോപ്പിറൈറ്റ് ആ ഒരു സാധനത്തുമ്പോൾ തന്നെ ആഡ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നെയിമായിട്ടും ഇവിടെ നമുക്ക് കോപ്പിറൈറ്റ് ഇടാവുന്നതാണ്. റെക്കോർഡ് ലേബലിന് എന്തെങ്കിലും നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കൊടുക്കാം. ഒറിജിനലി റിലീസ്ഡ്, അതായത് എന്നാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട്. സോ ഇത് ഞാൻ സെയിം ഡേറ്റ് തന്നെ, ഇന്ന് തന്നെ ഡേറ്റ് കൊടുത്തു.
എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഉണ്ടോ, തെറി എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ, തെറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ, ഇല്ല. സോ നോട്ട് എക്സ്പ്ലിസിറ്റ്, ക്ലീൻഡ് വേർഷനും നോട്ട് എക്സ്പ്ലിസിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിന് ക്ലീൻഡ് വേർഷൻ ഉണ്ടാവും, മനസ്സിലായ? അതായത് തെറി പറയുന്ന ഒരു ട്രാക്കിനെ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ തെറികൾ ഒഴിവാക്കിയ ആ ട്രാക്കിനെയാണ് ക്ലീൻഡ് വേർഷൻ. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളത് ക്ലീൻ ചെയ്തതിനെയാണ് നമ്മൾ ക്ലീൻഡ് വേർഷൻ എന്ന് പറയുന്നത്. സോ നോട്ട് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒന്നുമില്ല, അതിൽ തെറിയോ പരിപാടിയോ ഒന്നുമില്ല. സോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നോട്ട് എക്സ്പ്ലിസിറ്റ് ആണ്. സോ നിങ്ങളുടെ ട്രാക്കിന് 2 വേർഷൻ ഉണ്ട്. സോ തെറി ഉള്ളതും തെറി ഇല്ലാത്തതും ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് കസ്വേർഡ്സ് ഉള്ളതും കസ്വേർഡ്സ് ഇല്ലാത്തതും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്വേർഡ്സ് ഉള്ളത് എക്സ്പ്ലിസിറ്റ് കൊടുക്കുക, ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ക്ലീൻ വേർഷനിലും അപ്ലോഡ് ചെയ്യാം. അത് ഇതിൽ തന്നെ ക്ലീൻ വേർഷൻ കൊടുക്കുമ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷനും വരാറുണ്ട്. സോ ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞു. ഹോപ്പ്ഫുള്ളി ഈ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് മേലെ കാണിച്ചു തരും. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇറ്റ്സ് പ്രോസസ്സിങ് നൗ. പിന്നെ ആഡ് ഓഡിയോ, നമ്മൾ ഓഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ ഒരു ട്രാക്കേ ഉള്ളൂ ആഡ് ചെയ്യുന്നത്. സോ നമ്മൾ ട്രാക്കിൻ്റെ പേര് സെയിം ഇട്ടോ, ഒരു സ്പെല്ലിങ്ങോ ഒരു സ്പേസോ ഒന്നും മാറാൻ പാടില്ല, ഒന്നും തെറ്റാൻ പാടില്ല. സിംഗിൾ ട്രാക്കാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ബ്രൗസ് കമ്പ്യൂട്ടർ, നമ്മൾ ഏതാണോ ട്രാക്ക് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ട്രാക്കിൻ്റെത് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ഓക്കെ, ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞു, 100% അപ്ലോഡ് ആയി കഴിഞ്ഞു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് ഇവിടെ തീർത്തു. സോ ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് മെറ്റാ ടൈറ്റിൽ വേർഷനും ട്രാക്ക് നെയിമും നമുക്ക് ഒരിക്കലും മാറ്റാൻ പാടില്ല, സെയിം ആവണം. ഇനി എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ അപ്പോൾ ടൈറ്റിൽ വേർഷനും നമ്മൾ സെയിം ബലറാം കൊടുത്തു. ആൻഡ് പ്രൈമറി ഈ സംഭവം നമ്മൾ എന്താണോ ഉള്ളത് ഇവിടുത്തെ ഇതൊക്കെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിൽ ഓഡിയോ ലാംഗ്വേജിൽ നമുക്ക് ഇവിടെ ഡിസ്ട്രോകിഡിൽ മലയാളം എന്നിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനില്ല. പക്ഷേ നമുക്ക് എന്താണ് ഇതിൻ്റെ പേര്, റൂട്ട് നോട്ടിൽ മലയാളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ കന്നഡൻ്റെ താഴെ നമുക്ക് മലയാളം കിട്ടും. സോ സേവ് ആൻഡ് കണ്ടിന്യൂ, അത് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോയി. സോ അപ്ലോഡ് ഓഡിയോ, ഇനി നമുക്ക് കൂടുതൽ ഓഡിയോ അപ്ലോഡ് ചെയ്യാണ്ടോ, ഇല്ല. സോ ഐ എം ഫിനിഷ്ഡ്, ഞാനിത് ഫിനിഷ് ചെയ്തു. ഞാൻ സിംഗിൾ ട്രാക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആൽബം ആണെന്നുണ്ടെങ്കിൽ മോർ സോങ്സോ EP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ആഡ് മോർ ട്രാക്ക്, നോ ഐ നീഡ് ടു ആഡ് മോർ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ട്രാക്ക് ടൈറ്റിലും മെറ്റാ ടൈറ്റിലും സെയിം ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം. കോപ്പി പേസ്റ്റ് അടിച്ച് കൊടുത്തോളൂ, അതാവും ബെറ്റർ. ഇല്ലെങ്കിൽ അവസാനത്തെ ഒരു സ്റ്റെപ്പിൽ പണി കിട്ടും. എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ ഇതെന്താ ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. സോ അതിൻ്റെ റീസൺ ഈ ഒരു സംഭവമാണ്. അതായത് മെറ്റാ ടൈറ്റിലും ട്രാക്ക് നെയിമും കൂടെ സെയിം ആവില്ല. അപ്പോൾ ഒരിക്കലും ഇവരിത് സ്റ്റോറിലേക്ക് എടുക്കില്ല. മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സോങ്ങിന് ഒരു SEO ബേസ് കൊടുക്കുന്ന സാധനമാണ്. സോ ആ സെർച്ച് എഞ്ചിനായിട്ട് നമ്മുടെ ട്രാക്ക് നെയിം ഒരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോറിലേക്ക് അത് എത്തിപ്പെടില്ല. ഓക്കെ, ദെൻ ആഡ് ആർട്ട് വർക്ക് നമുക്ക് ആഡ് ചെയ്യാം. ആർട്ട് വർക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ അപ്കമിങ് റിലീസാണ് കേട്ടോ. കെട്ട മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആംഫ്ലയും ഞാനും കൂടെ ഉള്ള ഒരു ട്രാക്കാണ്. സോ എല്ലാവരും അത് റിലീസായിട്ട് പോയി കേൾക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ നമ്മൾ കൊടുത്തു. സോ ഇതൊക്കെയാണ്, അതായത് 3000 പിക്സൽസ്, പ്രൊഫഷണൽ ക്വാളിറ്റി, ഈ സംഭവം 25 MB മേലെ പോകാൻ പാടില്ല, RGB കളർ സ്പേസ്. അതൊക്കെയാണ് നമ്മുടെ ആർട്ട് വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങളുടെ ആർട്ട് വർക്ക് ചിലപ്പോൾ 1080 നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ക്യാൻവയിൽ പോവുക, ക്രിയേറ്റ് എ ന്യൂ ക്യാൻവാസ് പോവുക, 3000 ഇത് കൊടുക്കുക, എന്നിട്ട് ആ ആർട്ട് വർക്ക് അതിലേക്ക് ഇടുക, ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക, RGBയിൽ അത് ഔട്ട് ചെയ്യുക. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ പ്രീമിയം ഒന്നും എടുക്കേണ്ട ഒന്നുണ്ട്, റാൻഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ സ്കെയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് മാനേജ് സ്റ്റോർസ്. ഇത് ഏതൊക്കെ സ്റ്റോർസിൽ നമുക്ക് ഇത് വിസിബിൾ ആക്കണം എന്നുള്ള ഓപ്ഷനാണിത്. സോ ഞാനിവിടെ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റായിട്ട് സെലക്ട് ഓൾ സ്റ്റോർസ് കൊടുക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ വല്ലാണ്ട് മൈൻഡ് ആക്കിയില്ല, കാരണം അത്രത്തോളൊന്നും വ്യൂസും റീച്ചൊന്നും നമ്മളെ ട്രാക്കിന് വരാറില്ല. സോ അങ്ങനെയൊക്കെ നിങ്ങൾ വലിയ കാര്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഹൈയും കൊടുക്കുക, ഈ ട്രാക്കിൻ്റെ പ്രൈസിങ് മേലേക്ക് കൊടുക്കുക. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രൈസിങ് ഉണ്ടാവും. ഹൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുക്കേണ്ടത്, എത്രയാണ് വരേണ്ടത് എന്നുള്ളത്, അതിനനുസരിച്ച് അവരിങ്ങനെ അത് അപ്ലോഡ് ചെയ്തിടും. സോ ഐ വുഡ് സജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് ട്രാക്കുകൾ അപ്ലോഡ് ചെയ്ത് പ്ലാറ്റ്ഫോംസിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈ സംഭവം ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ട്രാക്ക് വരുന്നത്, ഇവിടെയൊക്കെയാണ് വരുന്നത്. പിന്നെ സ്പെഷ്യൽ ടെറിട്ടറീസിലൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിലൊക്കെ ആ ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ,
സോ സേവ് ആൻഡ് കണ്ടിന്യൂ, ആ ഓപ്ഷനും കഴിഞ്ഞു, ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു സംഭവമുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ വായിക്കണേ, ഈ സാധനം വായിക്കണേ. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ അലൗസ് artists to upload their music to world's largest music stores without having to pay upfront. Artist keeps 85% of the royalties. മനസ്സിലായോ? അതായത് ഒരു ആർട്ടിസ്റ്റിന് ആ ഒരു സോങ്ങിൻ്റെ 85% അല്ലെങ്കിൽ ഓരോ ടോട്ടൽ സോങ്ങിൻ്റെ 85% റോയാലിറ്റി എടുക്കുക. അതായത് ഒരു സോങ്ങിൽ നിങ്ങൾക്ക് $100 കിട്ടുന്നതുണ്ടെങ്കിൽ $85 നിങ്ങൾക്ക് കിട്ടും. $15 റൂട്ട് നോട്ട് എടുക്കും, കാരണം അവരാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഡിസ്ട്രിബ്യൂട്ടർ പ്രീമിയത്ത് പോവുക. ഒരു EP ആണെന്നുണ്ടെങ്കിൽ $20 വെച്ചിട്ട് നിങ്ങൾക്കത് പേ ചെയ്യുക. $10 സിംഗിൾസ് എടുത്തിട്ട് പേ ചെയ്യുക. $30 വെച്ചിട്ട് ആൽബം പേ ചെയ്യുക. എക്സ്റ്റെൻഡഡ് ആൽബം ആണെന്നുണ്ടെങ്കിൽ $45 ചെയ്യുക. ആൻഡ് ദെൻ ആനുവലി നിങ്ങൾക്ക് എത്ര സോങ്സ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ $9.99 ആനുവലിയും കൊടുക്കും. ബട്ട് ഐ വുഡ് സജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ ഇഫ് യു ആർ സ്റ്റാർട്ടിങ്. അതായത് ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ ആയിട്ട് തുടങ്ങുക. നമ്മൾക്ക് മെയിൻലി റോയാലിറ്റീസും കാര്യങ്ങളും നമ്മുടെ ട്രാക്കുകൾ ബാക്കിയുള്ളവരിലേക്ക് എത്തുക. ലൈക്ക് മണി ആൻഡ് റവന്യൂ ഇറ്റ് ഓൾ കം സെക്കൻഡ്. ഫസ്റ്റ് നമ്മുടെ ട്രാക്ക് ആളുകളിലേക്ക് എത്തി, അവരത് കേട്ട് അവർക്കത് ഇഷ്ടപ്പെട്ട്, പിന്നെ ഉള്ളത് അവർ നമ്മളെ തേടി എവിടേക്ക് വേണമെങ്കിലും എത്തും. ലൈക്ക് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്, മറ്റേ സൗണ്ട് ക്ലൗഡിലാണ് ഇടുന്നുണ്ടെങ്കിൽ അവിടെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ പാട്ട് പാടിയിടുകയാണെങ്കിൽ അവിടെയും വരും. സോ ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് ദാറ്റ് ഫാൻ ബേസ് കാര്യങ്ങൾ. സോ അത് നമ്മൾ ചെയ്യാം. സോ ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ കൊടുക്കുക. അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ആവും. അതാണ് ലാസ്റ്റത്. കാരണം ഞാനിതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ കൊടുക്കുന്നില്ല, കാരണം ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ കൊടുത്താൽ എനിക്ക് തന്നെ എഡിറ്റോറിയൽ ഡിസ്ക്രിപ്ഷൻ വരും. അതാണ് മെയിൻ പോയിന്റ്. അതായത് നിങ്ങളുടെ ട്രാക്കോ ആയിക്കോട്ടെ, നിങ്ങളുടെ ട്രാക്ക് നിങ്ങൾ 2 പ്രാവശ്യം ഒരു സെയിം സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റോറിയൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പണി കിട്ടും. ആ പണി എന്ന് പറഞ്ഞാൽ ആകെ 2 പ്രാവശ്യം അതിന് വാർണിംഗ് വരുള്ളൂ. 3-ാം പ്രാവശ്യം നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളെ മൊത്തത്തിൽ ബാൻ ചെയ്യും. നിങ്ങളോട് പറയും, നിങ്ങൾ പരിപാടിയൊക്കെ നിർത്തി ഒരു വീട്ടിലൊരു മൂലൊക്കെ പോയിരുന്നോളി, ഇത് ഇട്ട പാട്ടന്നെ പിന്നെ ഇട്ടുകൊണ്ട് ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, വേറെ പണി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറെ മാറ്റേണ്ടി വരും. ഡിസ്ട്രിബ്യൂട്ടറെ മാറ്റിയാലും നമ്മൾ ആർട്ടിസ്റ്റ് അക്കൗണ്ട് കുറച്ചൊന്ന് കയറി കിട്ടാൻ കുറച്ച് പണിയാണ്. സോ ഇങ്ങനത്തെ കുറച്ച് വള്ളികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇട്ട പാട്ടന്നെ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ റൂട്ട് നോട്ടിൻ്റെ ട്യൂട്ടോറിയൽ. പിന്നെ ഇതിൽ വേറെ കാണിക്കാനുള്ളത് എന്താ, ഡിസ്കോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാക്ക് പല സ്റ്റാറ്റസിലുണ്ട്. അതായത് റിവ്യൂവിൽ, അപ്രൂവ്ഡ്, സ്റ്റോർസിലേക്ക് സെൻഡ് ചെയ്തു, അതോ നീഡ് ആക്ഷൻ, ഇങ്ങനത്തെ കുറേ സ്റ്റാറ്റസുകളുണ്ട്, കുറേ സ്റ്റേജസുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേജിലാണ് നമ്മുടെ ട്രാക്ക് കുടുങ്ങിക്കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കോഗ്രഫി യൂസ് ചെയ്യാം. നമ്മുടെ എല്ലാ ട്രാക്കിൻ്റെ ഒരു ഡാറ്റാബേസ് പോലെ ഡിസ്കോഗ്രഫി വർക്ക് ചെയ്യും. സോ ആക്ഷൻ നീഡഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് വാസ് LFG, ലെറ്റ്സ് ഫക്കിംഗ് ഗോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ട്രാക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ എന്തൊക്കെ ആക്ഷൻ നീഡഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബലറാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ആ റിലീസ്. സോ അതിലിവിടെ കംപ്ലീറ്റ് റിലീസ്, എനിക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. ബലറാം എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ കെട്ടമൈൻഡ് നേരത്തെ ഞാൻ ഇപ്പം നേരെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയ സാധനമായിരുന്നു. സോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. സോ ഐ ജസ്റ്റ് ഹാവ് ടു ഡിലീറ്റ്. ഇവിടെ വെച്ച് തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് എനിക്ക് നോക്കണം. സോ അടുത്തത് ഇവിടെ ബൽറാം, ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത ബൽറാം ആയിരുന്നു. അപ്ലോഡ് ചെയ്ത ബൽറാം ക്രിയേറ്റഡ് ഓൺ 1-ാം തീയതിയാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത്. ഇത് ഇതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് റിവ്യൂവിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ 1 or 2 ഡേയ്സിൽ നമുക്ക് ആക്ഷൻ നീഡഡുള്ള ഈ ഒരു ഭാഗത്ത് കിടക്കും. ഇത് ഞാൻ 8/4 April 4 അപ്ലോഡ് ചെയ്ത സാധനമാണ്. ഇതിനെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. സോ വി ഹാവ് ടു മെയിൽ ദം. നമ്മുടെ ആളുണ്ടാക്കിയത് എന്നുള്ളത് ബീറ്റിൻ്റെത് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൽ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. സോ ബൽറാം, വെൻ ഇറ്റ് കംസ് ടു ബൽറാം, ഇത് 1/5 നമ്മൾ അപ്ലോഡ് ചെയ്തത്. സോ ഇതിൻ്റെ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് 2 ദിവസം to 1 week. അതായത് 1 week ഓർ സംടൈംസ് ഇറ്റ് ടേക്സ് മോർ ദാൻ, ലൈക്ക് നമുക്കൊരു 10 days മിനിമം പിടിക്കാം. 10 days എടുത്താലേ ഇത് കംപ്ലീറ്റ് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും എത്തുള്ളൂ. സോ ബലറാം, കെട്ടമൈൻ, ഒറോച്ചിമാറു, ഫ്ലിപ്പ്, ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട ട്രാക്കുകളാണ്. ഇത് 1-ാം തീയതി ഇട്ടതാണ്, ഇത് ഇന്നലെ ഇട്ടതാണ്, ഇത് 1-ാം തീയതി ഇട്ടതാണ്. സോ ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത ട്രാക്കുകൾ 1 week ഓർ മോർ അത്ര എടുക്കുക. ഒരു 10 days നമ്മൾ മൈൻഡിൽ കാണുക നമ്മൾ ഏത് ട്രാക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
സോ അപ്രൂവ്ഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹവ ആൻഡ് ടൈമിന റീബർത്ത്. ഇത് ഞാൻ ആദ്യം ഡിസ്ട്രോ ചെയ്തിട്ടിരുന്നു. ഡിസ്ട്രോന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചു വലിച്ചു. ഞാനിപ്പോൾ ഇതിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, റൂട്ട് നോട്ടിലാണ് ഇട്ടിട്ടുള്ളത്. സോ അത് ഇവിടെ ഇട്ടു. ഷെയ്ത്താനാണെന്നുണ്ടെങ്കിലും റൂട്ട് നോട്ടിലിട്ടു. ഷെയ്ത്താനും ഹവ ആൻഡ് ടൈമിനെയും മഷ്ട്രാവ എന്നിട്ടൊരു ട്രാക്കുണ്ട്. മഷ്ട്രാവ ഡിസ്ട്രോയിലാണുള്ളത്. ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല ഇതിൽ. സോ ഇത്രയാണ് ഡിസ്ട്രോ കിട്ടും, റൂട്ട് നോട്ടും അതിൻ്റെ എങ്ങനെയാണ് യൂസിങ് എന്നുള്ള പരിപാടികളൊക്കെ. ഇതിലുണ്ട് സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് സംഭവങ്ങളൊക്കെ. സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ടിഫൈ അക്കൗണ്ടിന് നമുക്ക് ആർട്ടിസ്റ്റ് പിക്ക് കൊടുക്കാം. ആർട്ടിസ്റ്റ് പിക്ക് കിട്ടുക, ആർട്ടിസ്റ്റ് പിക്ക് ചെയ്ത മെയിൻ സോങ്, അതാണ് ആർട്ടിസ്റ്റ് പിക്ക്. ഞാൻ സ്പോട്ടിഫൈൻ്റെ ഇതെടുത്ത് ഓപ്പൺ ആക്കി തരാം. സോ ലൂബ് നല്ല ട്രാക്ക് കേട്ടോ, കേൾക്കാത്തൊരു പോയി കേൾക്കുക. ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ക് മാറ്റാനും ഇതേപോലെ തന്നെ ഈ ആർട്ടിസ്റ്റ് പിക്ക് ഉണ്ടല്ലോ, ഇത് മാറ്റാനൊക്കെ നമുക്ക് സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതിൽ നമുക്ക് നമ്മുടെ സ്ട്രീം എത്രയുണ്ട്, എത്ര ആളുകൾ കേൾക്കുന്നുണ്ട്, എത്ര ആളുകൾ ഏതൊക്കെ രാജ്യത്തു നിന്ന് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് അറിയാൻ പറ്റും. ഈ റവന്യൂ ഷെയറിങ്, അത് ഇപ്പോൾ 2 ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ എക്സ്പ്ലോർ ദ പ്ലാറ്റ്ഫോം, ഫ്രീ ആണ്. ഞാൻ പറഞ്ഞ സ്റ്റെപ്സിൽ മെറ്റാ ടൈറ്റിൽ ആ കാര്യങ്ങളൊന്നും കൂടെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. സോ എല്ലാവർക്കും ട്രാക്ക് അപ്ലോഡ് ചെയ്ത് അപ്രൂവൽ കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. ഞാൻ എന്തെങ്കിലും ഈ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ഐ വിൽ ബി ഹാപ്പി ടു റിപ്ലൈ യു ഗൈസ്. പീസ്.